ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളെ പവിത്രത്തിൻ്റെ കഥയിൽ സംഭവ ബഹുലമായ രംഗങ്ങളാണിന്ന് നടന്നിരിക്കുന്നത്. നമ്മളെ വേദ വന്ന് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്നത്. അപ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത് മോളെ, നീ അങ്ങോട്ട് ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വേദ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അച്ഛാ നമ്മൾ വിചാരിച്ച പോലെയല്ല, അച്ഛനൊന്നും അറിയില്ല, പക്ഷെ അച്ഛനെല്ലാം മനസ്സിലാവുന്നൊരു സമയം വരും, എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛനത് വൈകാണ്ട് മനസ്സിലാവുമെന്നും പറയും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ശ്രീകാന്താണ്. ശ്രീകാന്ത് വരുമ്പോൾ വർഷം മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടി നിർത്തി വന്ന് അതിൽ തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എവിടെ ഇരുന്നു ശ്രീകാന്തട്ട്, എങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ നീ പോയിക്കോ, നിന്നോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നറിയും. അപ്പോൾ പറയും ഇതാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ മറുപടി എല്ലാം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവൾ കുറേ പരാതിയും പരിഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പറയും ഞാൻ ഓടുന്നത് നമ്മുടെ മോന് വേണ്ടിയിട്ട് തന്നെയാണ്, അവനെ ഒരു രാജാവായി വാഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓടുന്നത്, വേണമെങ്കിൽ നീ നിൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നെല്ലാം നിൻ്റെ അച്ഛനറിയാം എന്നൊക്കെ പറയും. പിന്നെ അവരുടെ ഡോക്ടർ സാധാരണത്തെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വർഷ പറയുന്നതാണ് ശ്രീകാന്തിനോട്. ഇപ്പോൾ പറയും നീ വേദിയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കപ്പോൾ ഞാൻ വേദിയൊന്നും കാണുന്നില്ല, അവൾ എന്നോട് മിണ്ടാറേ ഇല്ല, പക്ഷെ അവളിപ്പോൾ മിമിക്രി പ്രാക്ടീസ് ചെയ്യാൻ തോന്നണു എന്ന് പറയും. ഇപ്പോൾ മിമിക്രി നോക്കുമ്പോൾ ബാർ അസോസിയേഷൻ എന്തോ പ്രോഗ്രാമിന് എന്തോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മിമിക്രി പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം ഞാൻ അവളുടെ റൂമിനോടെ പോയപ്പോൾ അവൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു ആണുങ്ങളെ ശബ്ദത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ നോക്കി. അപ്പോൾ നീ നോക്കി അവിടെ ആരും കണ്ടില്ല, ദീപ്തി ഞാനും കൂടെ തന്നെയാണ് നോക്കിയത്, പക്ഷെ അവിടെ ആരും കണ്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും ഞാനിപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ എങ്ങോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തിറങ്ങാം. അങ്ങനെ സ്റ്റെയർ കേസ് കയറാൻ നിൽക്കുമ്പോഴാണ് ശങ്കരനാരായണൻ ജഡ്ജി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മൂപ്പര് വിളിക്കും, നീ അവിടെ നിൽക്കുക ശ്രീകാന്ത് എന്നറിയും. അച്ഛൻ അവിടെ ഇരിക്കുക, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മോളിൽ പോവാം. പറയും ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി, അവിടെ നിൽക്കുക പറയും. അച്ഛനിപ്പോൾ എന്താ അറിയേണ്ടത് ചോദിക്കുമ്പോൾ പറയും പിന്നെ വേദ അവിടുന്ന് ഇങ്ങോട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് നീ നീയായിട്ട് എന്തെങ്കിലും ചെയ്തണോ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പറയുക ഞാൻ വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പലതിനും ഞാൻ നിൻ്റെ കൂടെ കൂട്ടു നിന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനത് തിരുത്തിയിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പോഴും അവൻ്റെ പുറകെയാണെന്ന് എനിക്കറിയാം, നീ പലതും ചെയ്തു വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നീ എന്താ ചെയ്തത്, വേദയും വിക്രമിനെയും വേർപിരിക്കാൻ വേണ്ടി നീ എന്താ ചെയ്തത് ചോദിക്കുക. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അത് കേട്ടിട്ടാണ് നമ്മൾ ദീപ്തി ഇറങ്ങി വരുന്നത്. അപ്പോൾ ദീപ്തി അറിയും പിന്നെ എന്താണ് പിന്നെ ആ കുട്ടീനെ വാസവൻ്റെ മകനെ കൊന്നത് പിന്നെ വിക്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമാണ് അവനെ കൊന്നത്, വരുണിനെ കൊന്നത് എന്ന് പറയും. അപ്പോൾ അടുത്ത വഴിക്ക് ദീപ്തി വയ്ക്കും അത് ശ്രീകാന്തേട്ടനെ എങ്ങനെയാണ് അറിയുക ചോദിക്കുകയാണ്. ചേട്ടനാണോ, ചേട്ടൻ കണ്ടോ, വിക്രമേട്ടനത് ചെയ്ത് ചേട്ടൻ കണ്ടോ എന്ന് ചോദിക്കുക. അതിന് ഉത്തരമില്ല. അപ്പോൾ അടുത്ത വഴിക്ക് ജഡ്ജി പറയുന്നുണ്ട്, അതായത് ഇവരുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യമാണ് ഇപ്പോൾ ദീപ്തി ചോദിച്ചത്, നീ എങ്ങനെയാണ് അറിഞ്ഞത് വിക്രമാണ് വരുണിനെ കൊന്ന് എന്നുള്ളത്? അതിന് ഉത്തരമില്ല. അപ്പോൾ പറയും ദീപ്തി വെടുപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയും വരുണിനെ കൊന്നിട്ട് ആ കുറ്റം വിക്രമേട്ടൻ്റെ തലയിലിടുക, അല്ലെങ്കിൽ വിക്രമേട്ടനെ കൊല്ലുക, അതൊക്കെയായിരുന്നു ചേട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അപ്പോൾ മിണ്ടുന്നില്ല ശ്രീകാന്ത്, അതിന് ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ പറയടാ, ഞാൻ ചോദിച്ചതിനും ദീപ്തി ചോദിച്ചതിനൊക്കെ ഉത്തരം എന്നറിയും. അപ്പോൾ അതിനൊന്നും പറയാനാ പറഞ്ഞു പറയുമ്പോൾ പറയാം, അതെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്, അവനെ ഞാൻ തന്നെയാണ് കുടിക്കിയത്, അവൻ്റെ പേർക്ക് പെണ്ണ് കേസ് ഉണ്ടാക്കി, അവനെ കള്ളക്കേസ് കുടുക്കി, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്, അവൻ നമ്മളെ വേണ്ട ഈ പണിക്കത്ത് തറവാട്ടിൽ അവൻ്റെ സന്തതി വേണ്ട, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തത് എന്ന് പറയണം. അത് കേൾക്കുന്നതും ഇയാൾ മോന്തക്കിട്ടൊരൊറ്റ പൊട്ടിക്കുകയാണ്. ഒരടി അടിക്കും. ആ അടി അവൻ പ്രതീക്ഷിക്കുന്നില്ല. അത് രണ്ടാമത്തെ അടിക്ക് അവൻ കൈ പിടിച്ചിട്ട് പറയും പിന്നെ അവനെ പറയുക, അവൻ ഇവിടെ വേണ്ട, ഈ തറവാട്ടിൽ അവനുണ്ട്, അവൻ്റെ സന്തതി പരമ്പരകൾ ഇവിടെ വേണ്ട, അതിന് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു പറയുമ്പോഴേക്കും വേദിയും പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ വേദ അറിയാം, അച്ഛനറിയോ ഞാൻ അവിടുന്ന് പോരാൻ കാരണം ഇയാളാണെന്ന് പറയണം. അപ്പോഴാണ് വേദ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ പറയും ഇങ്ങനെ പിന്നെ വിക്രമിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയിട്ട് 2-3 ദിവസം മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കടത്തിയിറക്കായിരുന്നു ഇവർ. ഒന്നാമത്തേത് ഞാൻ ആ വീട് വിട്ട് വരണം, രണ്ടാമത്തേത് ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും, ഇതായിരുന്നു ഓപ്ഷൻ. അങ്ങനെയാണ് ഞാൻ ആ വീട് വിട്ട് വന്നത്, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയണം. അതിലാണ് ഇയാളാകെ അന്തം വിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാരണം ഇതൊക്കെ പുതിയ അറിവുകളാണ് മൂപ്പർക്ക്.
പറയും അച്ഛനതൊന്നും അറിയില്ല അറിയും. അപ്പോൾ പറയും അച്ഛാ നാളെ അച്ഛൻ്റെ പിന്നെ ഇതിന് ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വിക്രമിനെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ. നാളെ കാണാം. കൊലക്കേസിലെ പ്രതി ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിൽ ഒളിവിൽ എന്ന് പറഞ്ഞിട്ടാവും നാളത്തെ തലക്കെട്ട് വരിക. ഞാനിപ്പോൾ അത് തെളിയിക്കുന്നു അറിയണം. അപ്പോഴേക്കും വേദം ഒന്ന് പതറണുണ്ട് ആ സമയത്ത്. അപ്പോൾ പോവുകയാണ്. മോളിക്ക് കയറുന്ന സമയത്ത് അവൾ തടുക്കണം. നിൽക്ക് പോണ്ട പറഞ്ഞിട്ട് തടുക്കുന്നുണ്ട്. മാറടി എന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ വലിച്ച് മാറ്റിയിട്ടിട്ട് അയാൾ കയറി പോവുകയാണ്. അയാൾ പോകേണ്ട പിന്നാലെ എല്ലാവരും ഓടിക്കാറുണ്ട്. വർഷ, ദീപ്തി, അച്ഛൻ, അമ്മ ഒക്കെ ഓടിക്കാറുണ്ട്. വേദമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വീട് തള്ളി തുറന്ന് അയാൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ തിരയാണ്. എല്ലായിടത്തും നോക്കുന്നു. ബാത്റൂമിലും ബട്ടലിനടിയിലും സൈഡിലും വർക്കേരിയിലൊക്കെ നോക്കുന്നുണ്ട്. കാണുന്നില്ല. അപ്പോൾ പറയും ഇറങ്ങടോ പുറത്തുനിന്ന് അറിയാണ്. നീ ആരാ എൻ്റെ റൂമിൽ കയറാമെന്ന് ചോദിക്കുക വേദ. ഇത് എൻ്റെ വീട്, എൻ്റെയും കൂടെ അവകാശത്തിലുള്ള വീടാണ്. ഇത് എൻ്റെ റൂമാണ്, എൻ്റെ സ്വന്തം സ്ഥലമാണ്. ഞാനിവിടെ ഇരിക്കുക, വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യും. അത് എൻ്റെ ഇഷ്ടം. താനാരെ എൻ്റെ റൂമിൽ കയറാൻ ഇറങ്ങടാ പുറത്തറിയും. അതിൽ എടി എന്ന് പറയുമ്പോൾ പിടിച്ച് തള്ളി പുറത്തേക്ക് ആക്കുകയാണ്. തള്ളി പുറത്തേക്ക് ആക്കുന്നുണ്ട്. അതായത് എൻ്റെ റൂമിൽ കയറാൻ നിനക്ക് എന്താണ് അവകാശം എന്ന് വയ്ക്കുക. നിന്നെപ്പോലെ ഒരു ക്രിമിനലിൽ പിന്നെ കയറാനുള്ളതല്ല എൻ്റെ റൂം എന്ന് പറയും. നിന്നെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് എൻ്റെ വിക്രം. നീ താങ്ങി തറയണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറയും. പിന്നെ നീ എന്താ വിചാരിച്ചത്, എന്താണ് പഠിക്കത്ത് തറവാട്ടിൽ വിക്രമിൻ്റെ കുഞ്ഞ് ഉണ്ടാവില്ല, എന്താ കുഞ്ഞുങ്ങൾ തന്നെ വളരും ഇവിടെ. എൻ്റെ ഭർത്താവാണ് വിക്രം, വിക്രമിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ വളരുന്നത്. എൻ്റെ അവകാശം മുഴുവൻ എൻ്റെ മക്കൾക്കുള്ളത്. വിക്രമിൽ എനിക്കുണ്ടാകുന്ന മക്കൾക്കാണ്. വിക്രം എവിടെയോ ഗുണ്ടയത്, താൻ അതിലും കൊടിയ ക്രിമിനലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ വിക്രം അർക്കേൻ്റെ ഒരു സൈഡിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവൻ അവിടെ നിന്നിട്ട്. അതിൽ എന്താട്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ അടി അടിക്കുകയാണ് വേദ അടിച്ച് മുടിക്ക് ഇങ്ങോട്ട് കുത്തി പിടിക്കുക. അപ്പോഴേക്കും എല്ലാവരും പോയി തടുക്കുന്നുണ്ട്. തടുക്കുന്ന സമയത്ത് ശങ്കരനാരായണനെ പിടിച്ച് ഒരാറ്റ തള്ളുകയാണ് ശ്രീകാന്ത്. അങ്ങനെ അയാൾ പോയി സോഫയിൽ അങ്ങോട്ട് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെ നീ എന്താടി പറഞ്ഞത്, നിൻ്റെ ഒരാഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, സീനുകളൊന്നും ഒഴിവാക്കരുത്, കാണുന്നെ വേണം കേട്ടോ. അത് അടിപൊളിയാണ്. അതിൽ നമ്മളെ വേദേനെ തല്ലാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വൈസ് എടുക്കുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അടിക്കുന്ന ആ സെക്കൻഡിൽ നമ്മളെ വിക്രു ചാടി വീണ് ചവിട്ടി വീഴ്ത്തുകയാണ് ശ്രീകാന്തിനെ. ശ്രീകാന്തിൻ്റെ നെഞ്ചത്തിട്ടന്നെ കൊടുക്കുന്ന ഒരു ചവിട്ടിയിട്ട് വീണ് അവിടെ ഇട്ട് അങ്ങോട്ട് പൊതിരങ്ങോട്ട് തല്ലും. നമ്മുടെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച കാര്യമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അടിച്ച് ഒരു പരിവാക്കി അവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഫ്ലവർ വൈസ് എടുക്കാൻ അടിക്കുക. അപ്പോഴേക്കും എല്ലാവരും കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ വേദം വന്ന് പിടിക്കുന്നുണ്ട്, കയ്യിൽ വേണ്ട പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. അതിൽ മാറി. അപ്പോൾ പറയും നമ്മളെ വിക്കൂർ പറയുന്നുണ്ട്, സാറിന് ഞാനൊരിക്കലും ചെയ്തിട്ടില്ല, ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റി എനിക്കുണ്ട്, ഇവനെ പോലെ അല്ല ഞാൻ, പക്ഷേ ഞാൻ വരുണിനെ ഞാൻ കൊന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് ദീപ്തിയും പറയുന്നുണ്ട് കേട്ടോ. വരുണേട്ടനെ ഒരിക്കലും വരുണിനെ ഒരിക്കലും വിക്രമേട്ടൻ കൊല്ലില്ല, എനിക്കറിയാതെ വരുണും വിക്രമേട്ടനും തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് ദീപ്തി. അപ്പോൾ പറയും ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല, കാരണം ചെയ്തെങ്കിൽ ചെയ്തു എന്ന് തന്നെ പറയും. പക്ഷേ ഇതിനൊക്കെ അത് ആകെ ഒരു ദൃസാക്ഷിയായിരുന്നു പുളിക്കനെയും കൊന്നു കളഞ്ഞപ്പോൾ. അതിന് പിന്നിൽ ആരാന്നിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും അതിനൊരു ദൃക്സാക്ഷിയുണ്ട്, ആ സാക്ഷിയായിട്ട് ഞാൻ ഇവിടെ വരും, ഇതെല്ലാം ഞാൻ തെളിയിക്കുകയും ചെയ്യും എന്ന് പറയും. അങ്ങനെ വേദ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പറയും വേദയും വിക്രം അച്ഛൻ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് ഇപ്പോൾ പോകുന്നത് വയ്ക്കുമ്പോൾ തീരുമാനിച്ചിട്ടില്ല അച്ഛാ, ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ്, ഇതിനൊക്കെ ഒരു ഇത് വേണം, തീരുമാനം വേണമല്ലോ. ഇപ്പോൾ ഒന്നാമത് വിക്രമിനെ ആ കേസിൽ നിന്നൊക്കെ ഊരി കൊണ്ടുവരണം. അപ്പോൾ പറയും ശ്രീകാന്തിനോടെ പറയുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ താൻ, അതായത് വരുണിൻ്റെ കൊലപാതകവും പുളിക്കൻ്റെ കൊലപാതകവും താനാണ് ചെയ്തത്, തന്നെ ശിക്ഷിക്കാൻ ഈ കേസിൻ്റെ ഏതറ്റം വരെ പോകാനും ഞാൻ ഉണ്ടാവും എന്നറിയും. എൻ്റെ അച്ഛനാണ് സത്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പറയും അങ്ങനെ അവർ രണ്ടാളും കൂടെ പോകും. അപ്പോൾ അച്ഛാ വിളിക്കച്ചാ, അവനെ പോകാൻ സമ്മതിക്കരുത് അച്ഛാ, വിളിക്കച്ചാന്ന് പറയും, പോലീസിൽ വിളിക്കച്ചാന്ന് പറയും. പറഞ്ഞു ഇവിടെ ആരെയും വിളിക്കാൻ പോകുന്നില്ല അറിയാണ് ശങ്കരനാരായണൻ, കാരണം മകൻ്റെ മുഖം മൂടി കീറിപ്പോയി. അതിന് കൂട്ട് അളിയനുമാണ്, മൂപ്പരുടെ പിന്നെ പെങ്ങളുടെ ഭർത്താവാണ് കൂട്ടിന്. അപ്പോൾ പറയും ഇതൊക്കെ മനസ്സിലായി. എന്നും പലയിടത്തും തേച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ട ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇപ്പം എനിക്കും പറയണ്ട, ആ പോയ ചെറുപ്പക്കാരൻ ഒരു തെറ്റില്ല, അവൻ ക്ലീനാണെന്ന് എനിക്കറിയാം, അവനൊരു നിരപരാധിയെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്നത് അവനെ ഒരു കാര്യമില്ലാതെ കുറ്റവാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവിടുന്ന് ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്.
അപ്പോൾ വർഷേനോട് ഇങ്ങനെ കണ്ണും കൊണ്ട് കളിക്കുക. അങ്ങനെ വർഷ ഓടി വന്നിട്ട് തന്തേനെ വിളിക്കുകയാണ്, സോറി സുധാകരൻ എന്താ അയാളുടെ പേര്, അയാളെ വിളിക്കുകയാണ്. അച്ഛാ ഇങ്ങനെ മരിക്കാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അവിടെ അവൻ ഇവിടുന്ന് പോയി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് തടുത്തില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും പോയി ശ്രീകാന്ത് ഇറങ്ങിയതാണ് കൂടെ, അപ്പോഴേക്കും ഇവിടെ അച്ഛൻ തടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി നീ ഫോൺ വെച്ചോ എന്ന് പറയുക. അവിടുന്ന് അയാൾ പോലീസിനെ വിളിച്ച് പറയുക, ഇങ്ങനെ നിങ്ങളവിടെ മൂക്കിൻ്റെ തുമ്പൽ തന്നെ ഉണ്ടായിരുന്നു, ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിൽ തന്നെ അവൻ ഒളിവിൽ താമസിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഞങ്ങളവിടെ പോയതാണല്ലോ എന്ന് പറയണ്ട. സി പറയും നിങ്ങളവിടെ പോയിട്ട് എന്താ ഉണ്ടാക്കിയത്, അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ അവൻ പോയി സിറ്റിയിലുണ്ട് എന്ന് പറയുകയാണ്.